ഈ പടത്തിന്റെ ഫസ്റ്റ് 2 പാർട്ടുകൾക്കും അത്ര ജനപ്രീതി കിട്ടിയിട്ടില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ചിലപ്പോ ബുദ്ധിപരമായിട്ട് ഷെർലക് ഹോംസിനേക്കാൾ അല്പം മേലെ നിൽക്കുന്ന അനിയത്തി എന്ന തോന്നൽ കൊണ്ടാവാം, ആ ക്ലാസിക് ക്യാരക്ടറിനെ സൈഡാക്കി കളഞ്ഞു എന്ന ആരാധകരുടെ അനിഷ്ടം കൊണ്ടുമാകാം, പടം മുമ്പോട്ട് വയ്ക്കുന്ന ഫെമിനിസ്റ്റ് ആശയങ്ങൾ കൊണ്ടാവാം, അങ്ങനെ പല കാരണങ്ങളാവാം. പക്ഷെ പേഴ്സണലി ഞാൻ ഷെർലക് ഹോംസിനെ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. കൊച്ചിലെ മുതൽ ഏറ്റവും കൂടുതൽ വായിച്ചിട്ടുള്ള ഡിറ്റക്റ്റീവ് സ്റ്റോറീസും ഷെർലക് ഹോംസിന്റെ ആണെന്ന് പറയാം. ഞാൻ ഒരുപാട് സിനിമകൾ, പല നടന്മാർ ചെയ്ത ഷെർലക് ഹോംസിനെ ഞാൻ കണ്ടിട്ടുമുണ്ട്. എനിക്ക് അങ്ങനെയുള്ള ഒരു ഈഗോ ഒന്നും ഫീൽ ചെയ്തിട്ടേ ഇല്ല. എനിക്ക് ഷെർലക് ഹോംസിനെ ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ ഹോംസിന്റെ അനിയത്തി എന്നോല ഹോംസിനെ. എന്നോല ഹോംസിന്റെ പുതിയ സിനിമ ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ആയിട്ടുണ്ട്, എന്നോല ഹോംസ് 3. മില്ലി ബോബി ബ്രൗൺ, ഹെൻറി കാവിൽ തുടങ്ങിയവരാണ് പ്രധാന വേഷങ്ങളിൽ. ഫിലിപ്പ് ബാരന്റിനിയാണ് ഇതിന്റെ ഡയറക്ടർ. അപ്പോൾ ഇന്ന് ഈ ഇംഗ്ലീഷ് മിസ്റ്ററി സിനിമയെ കുറിച്ച്. ഇത്തവണ എന്നോല ഹോംസിന്റെ പ്രിയപ്പെട്ട ഒരാളെ കാണാതാവുന്നതും അതിന്റെ അന്വേഷണവുമാണ് ഈ സിനിമ പറയുന്നത്. ഇതൊരു വൻ സംഭവം പടമൊന്നുമല്ല. ആക്ച്വലി ഈ ഫ്രാഞ്ചൈസ് തന്നെ ഒരു വലിയ ഫിലിം ഫ്രാഞ്ചൈസ് ഒന്നുമല്ല. പക്ഷെ ഈ പടങ്ങൾക്ക് അതിന്റേതായ ഒരു ബ്യൂട്ടി, ഒരു ക്യൂട്ട്നെസ് ഉണ്ട്, എന്റർടൈൻമെന്റ് വാല്യൂ ഉണ്ട്. ഇതാണല്ലോ ഒരു ജസ്റ്റ് ഓക്കേഷ് ഫൺ ടു വാച്ച് പടമായിട്ടാണ് തോന്നിയത്. ഈ ഫ്രാഞ്ചൈസിലെ തന്നെ അല്പം വീക്കായിട്ടുമാണ് ഈ പടം തോന്നിയത്. ആദ്യ 2 പാർട്ടില് അവളുടെ കമ്മിങ് ഓഫ് ഏജ് സ്റ്റോറി ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഒറ്റയ്ക്ക് വഴിവെട്ടി വന്ന് എന്നോല ഹോംസ് എങ്ങനെ ഒരു ഡിറ്റക്റ്റീവായി മാറുന്നു എന്നതും അവളും ടൂക്സ്ബറിയും തമ്മിലുള്ള സൗഹൃദം എങ്ങനെ അടുപ്പമായി മാറി എന്നതൊക്കെയാണ് പറഞ്ഞത്. ആദ്യ 2 പാർട്ട് കണ്ടിട്ട് ഇത് കാണുന്നതാണ് നല്ലത്. കാരണം രണ്ടാമത്തെ പാർട്ടിലെ ചില കഥാപാത്രങ്ങൾക്ക് ഇതിൽ തുടർച്ച ഉണ്ടാവുന്നുണ്ട്. അതുപോലെ പ്രധാന കഥാപാത്രം പ്രേക്ഷകരോട് സംവദിക്കുന്ന വിധത്തിലുള്ള ഫോർത്ത് വാൾ ബ്രേക്കിംഗ് സ്റ്റൈലാണ് ഈ സിനിമയുടെ മറ്റൊരു സ്പെഷ്യാലിറ്റി. കുറച്ച് ഓവറായിട്ട് പലർക്കും അത് ഫീൽ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ആ ഒരു ശൈലി ഈ പടത്തിന്റെ മൊത്തം സ്വഭാവത്തിന് വളരെ സ്യൂട്ടബിൾ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. എന്നോലയുടെ അന്വേഷണങ്ങൾക്കൊപ്പം മാൾട്ടയുടെ സ്വാതന്ത്ര്യ പോരാട്ടങ്ങളുടെ കഥ കൂടി ഈ സിനിമ പറയുന്നുണ്ട്. പടം ഇൻട്രസ്റ്റിംഗ് ആണ്, എൻഗേജിംഗ് ആണ്. കഥാപാത്രങ്ങളെ എനിക്കിഷ്ടമായതുകൊണ്ട് ഞാൻ താല്പര്യത്തോടെയാണ് കണ്ടത്. എന്നോലയും ഷെർലക് ഹോംസും തമ്മിലുള്ള സ്നേഹം, അമ്മയുമായിട്ടുള്ള ബോണ്ട്, അതുപോലെ പ്രണയരംഗങ്ങൾ അത്ര എൻജോയ് ചെയ്യാൻ ചെയ്തിട്ടില്ല എങ്കിലും എന്നോലയും ടൂക്സ്ബറിയും തമ്മിലുള്ള സൗഹൃദവും അവരുടെ കെമിസ്ട്രിയും നൈസ് ആയിരുന്നു. എന്നോല ഹോംസ് ആയിട്ട് വരുന്നത് മില്ലി ബോബി ബ്രൗൺ ആണ്, നമ്മുടെ സ്ട്രേഞ്ചർ തിങ്സിലെ 11. പുള്ളിക്കാരി ഒറ്റയ്ക്ക് ഈ പടം സ്വന്തം തോളിലേറ്റി എന്ന് തന്നെ പറയാം. സഹോദരൻ ഷെർലക് ഹോംസ് ആയിട്ട് ഹെൻറി കാവിലാണ് വരുന്നത്. സ്ക്രീൻ സ്പേസ് കുറവാണ്, പക്ഷെ ഉള്ള ഭാഗങ്ങൾ നല്ലതാണ്. ടൂക്സ്ബറി ആയിട്ട് വന്ന ലൂയിസ് പാട്രിഡ്ജും നല്ല പെർഫോമൻസ് ആയിരുന്നു. ടെക്നിക്കൽ ക്വാളിറ്റി ഉള്ള ഒരു സിനിമയുമാണ്. ക്യാമറ, എഡിറ്റിംഗ്, മ്യൂസിക് ഒക്കെ സ്റ്റാൻഡേർഡ് ആണ്. ലൊക്കേഷൻ നൈസ് ആണ്. ഇതിന്റെ ആർട്ട് വർക്കും കിടിലനാണ്. ആക്ഷൻ ജസ്റ്റ് എനിക്ക് ഓക്കെ ആയിട്ട് മാത്രമേ തോന്നിയുള്ളൂ, അത്ര സുഖമായിട്ട് തോന്നിയില്ല. നെഗറ്റീവ്സ് പറഞ്ഞാൽ കുറെ കാര്യങ്ങൾ, സീനുകളൊക്കെ റിപ്പറ്റേറ്റീവ് ആയിട്ട് വരുന്ന പോലെ ഫീൽ ചെയ്തായിരുന്നു. അല്പം ഓവർ നാടകീയതയും പടത്തിൽ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു സ്ട്രോങ് ഇമോഷണൽ കണക്ഷനും കുറവാണെന്ന് പറയാം. അതുപോലെ തന്നെ ഇതിലൊരു വാവ് എന്ന് പറയാനുള്ള മൊമെന്റ്സ് ഒന്നും പടത്തിലില്ല. മൊത്തത്തിൽ ഒരു ഓക്കേഷ് വാച്ച് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പേഴ്സണലി ഫസ്റ്റ് 2 പാർട്ടുകളാണ് എനിക്ക് ഇതിനേക്കാൾ കൂടുതൽ ഇഷ്ടം എന്ന് പറയാം. ഇതൊരു കണ്ടുമറക്കബിൾ പടമായിട്ടാണ് എനിക്ക് തോന്നിയത്. പടം നിങ്ങൾക്ക് ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ കാണാം. 1 മണിക്കൂർ 45 മിനിറ്റ് ആണ് സിനിമയുടെ റൺ ടൈം. ഇംഗ്ലീഷിനൊപ്പം തന്നെ തമിഴ് ഡബിംഗ് അവൈലബിൾ ആണ്. 18+ അല്ല. അപ്പൊ നിങ്ങൾ ഈ പടം കണ്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ശരി, എന്നാ.